ഹലോ നമസ്കാരം. അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം ഞങ്ങളും നാട്ടിലേക്ക് പോകാനുള്ള പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളുടെ പേരൊക്കെ എഴുതി ഒട്ടിക്കുകയാണ്. ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് അല്ലേ വീട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണാൻ വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പൊക്കെ അവസാനിക്കുന്ന ആ മനോഹരമായ ദിവസം. ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ, എത്തിഹാദ് എയർവേസിൻ്റെയാണ്. അബുദാബിയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് എൻ്റെ സ്വന്തം തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ 2 ഫ്ലൈറ്റ് കയറിയാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ UK വെയിൽസിലെ ന്യൂപോർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലാണ്. ന്യൂപോർട്ടിൽ നിന്ന് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലേക്ക് ഏകദേശം 3 മണിക്കൂറോളം യാത്രാ ദൈർഘ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി 1.5 മണിക്ക് തന്നെ എയർപോർട്ടിലേക്കുള്ള യാത്ര തിരിച്ചു. ബോർഡിംഗ് സമയത്തിന് കൃത്യം 3.5 മണിക്കൂർ മുൻപ് തന്നെ ഞങ്ങൾ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലെ 4ാമത്തെ ടെർമിനലിലെത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ട്രിപ്പ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ ഒന്നും വിടാതെ വീഡിയോ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പലതും സാധിച്ചില്ല എന്ന് പറയുന്നതാണ് വാസ്തവം കേട്ടോ. കാരണം കുട്ടികളുള്ളത് കൊണ്ടും ലഗേജ് കയ്യിലുള്ളത് കൊണ്ടും പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഉള്ള സമയം കൊണ്ട് അത്യാവശ്യം ചില ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. ഹീത്രോ എയർപോർട്ടിലെ ടെർമിനൽ 4 തിരക്കുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ബോർഡിങ്ങിനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. ഇനിയിപ്പോൾ നേരെ ബോർഡിംഗ് പാസ് എടുക്കണം, ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. ഇനി സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി നടക്കുകയാണ്. മോള് പെട്ടെന്ന് അങ്ങ് ഉറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണം, 2 ദിവസമായിട്ട് നാട്ടിൽ പോകണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഉറക്കമൊന്നുമില്ല 2 പേർക്കും. അപ്പോൾ ഇനി നേരെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്കുള്ള യാത്രയാണ്. ഫ്ലൈറ്റ് ഞങ്ങളുടെ എത്തിഹാദിൻ്റെ EY62 എന്ന ഡബിൾ ഡെക്കർ ഫ്ലൈറ്റാണ് കേട്ടോ. സാധാരണഗതിയിൽ അബുദാബി UAE ഒക്കെ പോകുന്ന എത്തിഹാദിൻ്റെ എല്ലാം വലിയ ഫ്ലൈറ്റുകളാണ്. അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങളത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. നാട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ EY62 എന്ന എത്തിഹാദിൻ്റെ എയർബസ്. അങ്ങനെ ഇപ്പോൾ അതുപോലെ ഫ്ലൈറ്റിൽ ആദ്യം കയറണം എന്ന വാശിയോടുകൂടി മോള് നടക്കുകയാണ് കേട്ടോ. പിറകെ ഞങ്ങളുമുണ്ട്. അതാ സുഹൃത്തുക്കളെ, വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. നമ്മുടെ നാട്ടിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ് എത്തിഹാദ് എയർവേസിൻ്റെ EY62 എന്ന എയർബസിൽ. ഫ്ലൈറ്റിൻ്റെ ഏകദേശം മധ്യഭാഗം കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ സീറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പിന്നെയും വിൻഡോ സീറ്റ് നഷ്ടമായി. ഇത്തവണ മോളായിരുന്നു വിൻഡോ സീറ്റിലിരുന്നത്. ഞങ്ങൾ യാത്ര തിരിക്കുന്നതിന് മുമ്പേ ഉള്ള എഗ്രിമെൻ്റാണ് വിൻഡോ സീറ്റിൽ അവൾ തന്നെ ഇരിക്കണമെന്നുള്ളത്. അങ്ങനെ നാട്ടിലേക്ക് പോകാനായത് ഞങ്ങൾ സീറ്റുകളിൽ സ്ഥാനമൊക്കെ ഉറപ്പിച്ച് ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഫ്ലൈറ്റ് ഡിലേ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 9 മണിക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ഏകദേശം സമയം ഇപ്പോൾ 9:10 പുറപ്പെട്ടിട്ടില്ല. അങ്ങനെ 9 മണിക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റിൽ ഏകദേശം സമയം ഇപ്പോൾ 9:15 ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അതിനകത്തുള്ള ബ്രൗഷറെല്ലാം എടുത്ത് വെച്ച് നോക്കി. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടാണ് ഫ്ലൈറ്റ് ഡിലേ ആകുന്നത്, പുറപ്പെടാൻ ഡിലേ ആകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്തായാലും അത് സോൾവ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ പുറപ്പെടുമെന്നാണ് അനൗൺസ്മെൻറ്റ് വഴി അറിയാൻ കഴിഞ്ഞത്. ഇനി ട്രാവൽ കിറ്റൊക്കെ എടുത്തൊന്ന് തുറന്നു നോക്കി. അതിനകത്തുള്ള ഇയർബഡ്സൊക്കെ അതിനകത്ത് ഉണ്ടോ എന്നൊരു ഉറപ്പ് വരുത്തി. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചെവി വേദന എടുക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ നല്ലൊരു വേദനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഞാൻ ഇയർബഡ്സാണ് എടുത്ത് നോക്കിയത്. അങ്ങനെ വിൻഡോ സൈഡിലിരുന്ന് ഒരാളതെ കൈ കാണിക്കുകയാണ്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വീഡിയോ അടിപൊളിയായി എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഇരിപ്പ് കേട്ടോ. വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ അച്ഛൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഞാൻ സൈഡ് സീറ്റിലിരുന്ന് വീഡിയോ എല്ലാം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എടുക്കാം എന്നാണ് എന്നോട് മോള് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സമയം ഒട്ടും പോകുന്നില്ല. എല്ലാവരും ഇങ്ങനെ മുഷിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് മോൾക്ക് ഒരു സ്റ്റഡി കിറ്റ് കിട്ടി കേട്ടോ.
ഒരു ബാഗുണ്ട്, പിന്നെ അതിനകത്തൊരു വാട്ടർ ബോട്ടിൽ, പിന്നെ ഒരു ഡ്രോയിങ് ബുക്ക്, പേന. എന്തായാലും അവൾ ഹാപ്പിയാണ്. സാധാരണ ഒട്ടുമിക്ക എയർവേസിലും കുട്ടികൾക്ക് വലിയ ഒരു പരിഗണന കൊടുക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ സാധാരണ കിട്ടാറുണ്ട്. അപ്പോൾ എത്തിഹാദിൽ നിന്ന് മോക്കും കിട്ടിയ ഒരു ഗിഫ്റ്റ്, ഒരു നല്ലൊരു വാട്ടർ ബോട്ടിലും. എന്തായാലും അതൊക്കെ കിട്ടിയ ഒരു സന്തോഷം ആ മുഖത്ത് കാണാം. വാട്ടർ ബോട്ടിലും ഡ്രോയിങ് പേപ്പറും പെൻസിലും പേനയും ഒക്കെ കിട്ടിയ സന്തോഷത്തിൽ എന്തായാലും അവൾ ഹാപ്പിയാണ് കേട്ടോ. ഏകദേശം 35 മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ വിമാനം ഇതാ ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നിന്ന് ഇനി നാട്ടിലേക്ക്. അങ്ങനെ ലണ്ടൻ നഗരത്തിനോട് ഇത് താൽക്കാലികമായി വിട പറയുകയാണ്. ആകാശ കാഴ്ചകളിലൂടെ നമ്മൾ ഈ കാണുന്നത് ലണ്ടൻ നഗരമാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എത്തിയായിരുന്നു. ചിക്കൻ ഹോട്ട് ഡോഗും സാൻഡ്വിച്ചും കട്ട് ഫ്രൂട്ട്സും ഡെസേർട്ടും ക്രോയ്സൻറ്റും ഒക്കെ അടങ്ങിയ ഇംഗ്ലീഷ് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ കിട്ടിയത്. ഒരുപാട് യൂട്യൂബ് വീഡിയോയിലൂടെ നമ്മൾ വിമാനത്തിനകത്തുള്ള ടോയ്ലറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് വിമാനത്തിനകത്തെ ടോയ്ലറ്റ്. ഈ ഫ്ലഷ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് അത് വർക്കാവുന്നത്. അപ്പോൾ പലർക്കും അത് ശബ്ദം കേൾക്കുമ്പോൾ ഒരു പേടി തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതാണ് വിമാനത്തിനകത്തെ ടോയ്ലറ്റ്. ഏകദേശം 8 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു യാത്രയാണ് ലണ്ടനിൽ നിന്ന് അബുദാബിയിലേക്ക്. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾക്കുള്ള പിസ്സയും ചായയും കോഫിയും എല്ലാം സീറ്റിനടുത്തെത്തി. നീണ്ട 8 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് ഇനി ട്രിവാൻഡ്രത്തേക്കാണ് കണക്ഷൻ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി ഓടുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. 1.25 മണിക്കൂറായിരുന്നു അബുദാബിയിലെ ലേവ് ഓവർ. പക്ഷേ ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വെറും 3/4 മണിക്കൂർ മാത്രമായിരുന്നു അവിടെ നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞത്. വളരെ വേഗം ഫ്ലൈറ്റിലേക്ക് എത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ടെർമിനൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ഓട്ടമായിരുന്നു. പ്രദക്ഷിണത്തിന് ശേഷം അവസാനം നമ്മൾ ടെർമിനൽ കണ്ടുപിടിച്ചു, വിമാനത്തിൽ കയറി. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ വളരെ വേഗത്തിലായിരുന്നു. ഇതിനകത്ത് മുഴുവൻ മലയാളികളാണ് കേട്ടോ. നാട്ടിലേക്ക് പോകാനുള്ള മലയാളി സുഹൃത്തുക്കളാണ് മുഴുവൻ. എത്തിഹാദിൻ്റെ നാരോ ബോഡിയുള്ള വിമാനമാണ്. മലയാളികൾ മാത്രമല്ല കേട്ടോ, 4ഓളം വിദേശ വനിതകളും ഉണ്ടായിരുന്നു. അവർ ആറ്റുകാൽ പൊങ്കാലയിടാൻ വേണ്ടി വന്നവരായിരുന്നു. അവരുടെയൊന്നും വീഡിയോകളൊന്നും എടുത്തിട്ടില്ല. എന്തായാലും വളരെ മനോഹരമായ സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു അവരെ കണ്ടപ്പോൾ. വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയാണ്. അബുദാബിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ടേക്ക് ഓഫ്.
സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ട്രിവാൻഡ്രത്തേക്കുള്ള വിമാനഭൂമി അബുദാബി നഗരത്തിൻ്റെ മനോഹരമായ ആകാശ കാഴ്ചയാണ് ഈ കാണുന്നത്. ട്രിവാൻഡ്രത്തേക്കുള്ള 4.5 മണിക്കൂറത്തെ യാത്രയിൽ ഡിന്നറും അതുപോലെ ഡ്രിങ്ക്സും ഒക്കെ നമുക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം വിശപ്പുള്ളത് കൊണ്ട് തന്നെ സത്യത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്നതായിരിക്കും സത്യം. നമ്മുടെ കാത്തിരിപ്പിൻ്റെ അവസാനം ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യുകയാണ്. സീറ്റ് ബെൽറ്റൊക്കെ എല്ലാവരും മുറുക്കി റെഡിയായിരിക്കുക. ഞങ്ങൾ സീറ്റ് ബെൽറ്റൊക്കെ മുറുക്കി. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. നടത്താറായി നമ്മുടെ ട്രിവാൻഡ്രം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അനൗൺസ്മെൻറ്റിലൂടെ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിമാനം ലാൻഡ് ചെയ്യുന്ന കാത്തിരിക്കുകയാണ്. അങ്ങനെ വിമാനം ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. വിമാനം താഴ്ന്നു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ചെവി വേദന കലശലായി. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല വേദനയായിരുന്നു, ഭയങ്കര പെയിനായിരുന്നു. ഇയർബഡ്സ് വെച്ചിട്ട് പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതായി കാണുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത്. ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ടുള്ള ആകാശ കാഴ്ചയാണ് ട്രിവാൻഡ്രത്തെ വിഴിഞ്ഞം തുറമുഖം. ഇതായി ട്രിവാൻഡ്രത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് ഇത് ലാൻഡ് ചെയ്യുകയാണ്. നാട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരിടവേളയ്ക്ക് ശേഷം നാട്ടിൽ വരുമ്പോഴുള്ള ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും, പ്രവാസികൾക്ക് മാത്രം അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ആ മനോഹരമായ നിമിഷങ്ങൾ, മനസ്സ് നിറഞ്ഞ സന്തോഷം. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതാ നാട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് ഞങ്ങളുടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന മനോഹരമായ കാഴ്ചകളൊന്നുമില്ല. ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം വെളുപ്പാങ്കാലം 3:15 മണിയായിട്ടുണ്ട്. എല്ലാവരും വിമാനം ഒന്ന് സ്റ്റോപ്പായ സമയത്തിന് എല്ലാവരും ആദ്യം ഇറങ്ങാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടുന്ന കാഴ്ചയാണ്. നാടെത്തുമ്പോഴുള്ള ഒരു എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുക, പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രതീക്ഷയും സന്തോഷവും ഒക്കെ എല്ലാവരും മുഖത്തുമുണ്ട്. 18 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിറങ്ങി സ്ലോ മോഷനിൽ നടന്നു വരുന്ന കാഴ്ചയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ച ഒപ്പിയെടുക്കാനായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഉള്ള സമയം കൊണ്ടെടുത്ത ഈ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ.